അതെ, തനിക്കൊരു ഇഷ്യൂ വന്നാ ഓള് മാത്രമായിരിക്കില്ല, ഓളുടെ അച്ഛനും ഉണ്ടാവും. ജീവ. അവസ്ഥകൾ മാറി മറിയാൻ കാരണമായ ആള് തന്നെ സഹായിക്കാൻ വന്ന ആ സഹായം സ്വീകരിക്കാൻ പറ്റുമോ ശ്രീ? വേണ്ട, നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണ്ട. പറഞ്ഞില്ലേ, ജീവിതത്തിലെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. അതുപോലെ ടെൻഷനും ഉണ്ട്. ശ്രീ പറഞ്ഞത് കേട്ടപ്പോ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കേ. സൂപ്പറായിരുന്നു. ഈ ശക്തിമാനാ ചേച്ചിക്ക് ശക്തി തന്നത് അല്ലേ? പിന്നെ ഈ ശക്തിമാനെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചാ മതി, അപ്പൊ തന്നെ ഡബിൾ ശക്തിയാ. ഇതുപോലൊരാള് ലോകത്തേയില്ല. എന്ത് സ്നേഹം, എന്ത് കെയർ, എത്ര നല്ല പെരുമാറ്റം. എന്റെ ജീവന്റെ ജീവന്റെ ജീവനാ ഈ ശക്തിമാൻ. അത്രയ്ക്ക് ആവേശം വേണോ? ഇത് ഓവറല്ലേ? എന്നുവച്ചാ അമ്മയെക്കാളും ജീവനാണെന്നാണോ? അതല്ല, രണ്ടും തുല്യവാ. ചേച്ചി എന്തേ പറയുന്നേ? തുല്യം തുല്യം ഇഷ്ടോ? നമ്മുടെ അമ്മയോടല്ലേ കൂടുതൽ ഇഷ്ടം തോന്നേണ്ടത്? വേണ്ട, ചേച്ചി അങ്ങനെ പറയണ്ട. ചേച്ചി അങ്ങനെ പറഞ്ഞാ എനിക്ക് വിഷമം വരും. അപ്പൊ ഞാൻ പറഞ്ഞത് അമ്മ എനിക്ക് വലിയ ഇഷ്ടമാ. അത്രയും വലിയ ഇഷ്ടം എനിക്ക് ജീവസാറിനോടും ഉണ്ട്. അങ്ങനെ പറയണ്ട. അമ്മ ഇഷ്ടപ്പെടുന്ന അത്രേ ജീവസാറിന് ഇഷ്ടപ്പെടണ്ട. പ്ലീസ് ചേച്ചി എന്നെ വിഷമിപ്പിക്കാതെ. ഇവനെ ഒന്ന് തണുപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. നീ വീണ്ടും ടെൻഷനായല്ലേ? അമ്മയുടെ ഒപ്പം ലോകത്താരെങ്കിലും എത്തോ? അച്ഛനല്ലാതെ. അമ്മയ്ക്കൊപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ അച്ഛനെയും നമുക്കൊരുപോലെ ഇഷ്ടപ്പെടാം. ഇപ്പോഴെനിക്ക് സമാധാനമായത്. ചേച്ചി ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് പേടിയാവുന്നു. ഇപ്പൊ സമാധാനമായില്ലേ? ഇപ്പൊ സമാധാനായി. ചേച്ചി എന്താ അപ്പു? നമുക്ക് ചേച്ചിയുടെ അച്ഛനെ കണ്ടുപിടിക്കണ്ടേ? വേണം, കണ്ടുപിടിക്കണം. അച്ഛനെ കാണാൻ പറ്റാതെ ചേച്ചി മുമ്പ് വലിയ വിഷമത്തിലായിരുന്നു. ഇപ്പൊ ചേച്ചി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ജീവസാറ് എല്ലാത്തിനും വഴി കണ്ടുപിടിച്ചു തരുമല്ലോ അപ്പു. അത് ശരിയാ. ഞാൻ ക്യാമ്പിൽ വച്ചേ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് മിസ്സായിരുന്നു. പേടിക്കണ്ട, നമുക്ക് ജീവസാറിനെ അധികം താമസിക്കാതെ കാണാൻ പറ്റും. സത്യമാണോ? നമുക്ക് രണ്ടുപേർക്കും കൂടി ജീവസാറിന്റെ വീട്ടിൽ പോവാന്നാണോ? നമുക്ക് രണ്ടുപേർക്കും അല്ല, എല്ലാവർക്കും കൂടി പോവാൻ പറ്റും. എല്ലാവർക്കും കൂടി പോവാന്ന് വെച്ചാ അമ്മയും വരുവോ? വരും. ഏയ് ഇല്ല, വേറെ ആരൊക്കെ വന്നാലും ജീവസാറിനെ കാണാൻ അമ്മ വരില്ല. അമ്മയ്ക്ക് അത്രയ്ക്ക് ദേഷ്യ ജീവസാറിനോട്. ആണോ? അമ്മയ്ക്ക് ദേഷ്യമാണോ? ദേഷ്യാണോന്നോ ചേച്ചിക്ക് അറിയില്ലേ? ചില സമയത്ത് ചേച്ചി ഒന്നും അറിയാത്ത ആളെപ്പോലെയാ പെരുമാറുന്നേ. ഒക്കെ ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയല്ലേ അപ്പു? അല്ലല്ല, ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ക്യാമ്പിൽ പോയി പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ മറന്നു. ഞാനൊന്നും പറയുന്നില്ല, ഒക്കെ നിനക്ക് തനിയെ മനസ്സിലാവും. ആ ചേച്ചി സമയായി, വാ കിടക്കാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. നീ കിടന്നോ. ചേച്ചി ചേച്ചി എവിടെ പോകുന്നു? അമ്മയുടെ അടുത്ത്. അമ്മയുടെ അടുത്തോ? ആ, അമ്മയുടെ അടുത്ത്. ഞാൻ അവിടെയാ കിടക്കുന്നെ. ചേച്ചി എന്തേ പറയുന്നേ?
ഞാനേ 2 ദിവസം അമ്മയുടെ കൂടെയാ കിടക്കുന്നേന്ന്. ചേച്ചിക്ക് ഇപ്പൊ എന്നെ വേണ്ടേ? നീ എന്തിനാ അങ്ങനെ പറയുന്നേ? നീ ചേച്ചിയുടെ അപ്പൂസല്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മയെ വിട്ട് നിന്നേന്റെ ഒരു വിഷമം മാറാനായിട്ടാ. അപ്പൊ എന്നെ വിട്ട് നിക്കുന്നേല് ചേച്ചിക്ക് വിഷമമില്ലേ? പിന്നെ അതൊക്കെയുണ്ട്. ഇപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പോട്ടെ. ഇത് മുമ്പത്തെ ചേച്ചി അല്ല. ഹായ് അമ്മ. ആഹാ, നീ ഇങ്ങോട്ട് വന്നോ? ഞാൻ കണ്ണില് മരുന്നൊഴിക്കാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. കണ്ണില് മരുന്നൊഴിക്കാനോ? ആ, കണ്ണിന്റെ മരുന്ന്. സ്പെക്സ് വെക്കാത്തതിൽ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കണ്ണി മരുന്നൊഴിക്കുന്ന എന്തിനാ? അതറിഞ്ഞൂടെ? ആ, വന്നേ, ഒഴിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, പ്ലീസ് അമ്മ ഒഴിക്കണ്ട. വേണ്ട വേണ്ട വേണ്ട, കാണിക്കുന്നേ, വാശി കാണിക്കല്ലേ? വേണ്ട 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 അമ്മ, പ്ലീസ് വഴക്കിടല്ലേ? അവിടെ ഇരിക്കും. ഒഴിക്കുന്നമ്മ, വേണ്ടമ്മ ഒഴിക്കണ്ടമ്മ, വിടമ്മ. അപ്പോ ചേച്ചിക്ക് ഇതെന്താ പറ്റിയേ? കണ്ണില് മരുന്നൊഴിക്കാൻ പേടിച്ചു നിൽക്കുന്നേ. നീ അങ്ങോട്ട് ഇരുന്നേ. അമ്മ പ്ലീസ്, വേണ്ട 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 അമ്മ, വേണ്ട. മോളെ പറയുന്ന കേക്ക്, കളിക്കാൻ നിക്കല്ലേ അമ്മ. വേണ്ട പ്ലീസ് പ്ലീസ് അമ്മ, പ്ലീസ്. ശരി ശരി ശരി, ഒഴിക്കല്ലേ. ഒഴിക്കുന്നില്ല. എന്താ മരുന്ന് ഒഴിക്കുന്നില്ല എന്ന് പറയാനുള്ള കാര്യം? ഇന്ന് വേണ്ടമ്മ, ഇന്നൊരു മൂടില്ല. മൂട് നോക്കിയാണോ കണ്ണില് മരുന്നൊഴിക്കുന്നേ? ശരി, ഓക്കെ. പക്ഷെ നാളെ മുതൽ മുടങ്ങരുത്. ഇല്ല, നാളെ മുതൽ കറക്റ്റായിട്ട് ഒഴിക്കാം. ഇന്നിനിപ്പം മരുന്നൊഴിച്ചാലേ ആകെ ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ടാ. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഉം. ആരാ ഞാൻ? നീ ആരാണെന്ന് നിനക്കറിഞ്ഞുടങ്ങി നീ എന്നോട് ചോദിക്കും നീ ആരാണെന്ന്. ഇത് കൊള്ളാമല്ലോ. നീ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലായിരുന്നല്ലോ. അതപ്പോ ചോദിച്ചപ്പോ ഞാനൊരു ഫ്ലോയിലിങ്ങ് പറഞ്ഞു പോയതാ അമ്മേ. കൂട്ടുകാരികളുമായിട്ട് ചേർന്നതിന്റെ പ്രശ്നമാ. ശരി ശരി, എന്നാ ചെല്ല്. ഗുഡ് നൈറ്റ്. രണ്ടുപേരും ചെന്ന് കിടക്ക്. അല്ല, ഉറങ്ങാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ സാധാരണ അവിടെയല്ലേ കിടക്കാറ്? ഇന്ന് ഞാൻ അമ്മയുടെ കൂടെയാ. പ്ലീസ് നോ പറയരുത്. അമ്മ, ചേച്ചിക്ക് ഇപ്പൊ എന്നെ വേണ്ടാതായി. ചേച്ചി കഥ പറഞ്ഞു തരുന്നത് കേക്കാനാ ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത്. ചേച്ചിയുടെ കഥയും കേട്ട് കിടന്നുറങ്ങാൻ എന്ത് രസാ. അതെ, നിങ്ങൾ ചെല്ല്. അപ്പൂന് കഥ പറഞ്ഞു കൊടുക്കും മോളെ. അല്ലമ്മേ, എനിക്ക് അമ്മയുടെ ഒപ്പം കിടക്കണം. എന്താ അമ്മക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അങ്ങനെയാണോ? നിങ്ങൾ കളിച്ച് ചിരിച്ച് കഥയും പറഞ്ഞു കിടക്കുന്നത് കാണാൻ എന്ത് രസമാണ്. ഇങ്ങനെ ഒരു അനിയനെയും ചേച്ചിയെയും കുറിച്ച് കേൾക്കുന്നവർക്ക് പോലും സന്തോഷം ഉണ്ടാവും. അമ്മയുടെ അടുത്ത് കിടക്കുന്നത് അമ്മയ്ക്ക് സന്തോഷം തന്നെയാ. പക്ഷെ സഹോദരങ്ങൾ ഒരുമിച്ച് ഉണ്ണുന്നത്, ഒരുമിച്ച് കളിക്കുന്നത്, ഒരുമിച്ച് കഥ പറയുന്നത്, ഒരുമിച്ച് ഉറങ്ങുന്നത്, അതെല്ലാ അച്ഛനമ്മമാരുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാര്യങ്ങളാ. അമ്മ ഇത്രയൊക്കെ പറഞ്ഞാലേ ചേച്ചിക്ക് മനസ്സിലാവോളോ? അമ്മ, ഒരു ദിവസത്തേക്ക് പ്ലീസ്. ശരി, എങ്കി അമ്മ അങ്ങോട്ട് വരാം. നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് അവിടെ കിടക്കാം. എന്താ, സന്തോഷായില്ലേ? അമ്മ നമ്മുടെ ഇവിടെ കിടക്കുന്നേ. അമ്മ നമ്മുടെ ഇവിടെ കിടക്കുന്നേ. എന്തു പറ്റി? മോൻ ചെല്ലോ, അമ്മ അങ്ങ് വരാം. ഈ കുട്ടികളുടെ ഒരു കാര്യം. അച്ഛാ, ഞാൻ അമ്മയോടൊപ്പാ ഇന്ന് ഇറങ്ങാൻ പോന്നെ. അച്ഛൻ കാണുന്നുണ്ടല്ലോ അല്ലേ? താങ്ക് യു അമ്മ. താങ്ക് യു. ആ കിടക്ക്, നേരം വൈകി. ചെല
ഇപ്പൊ സമാധാനമായോ? ഇപ്പൊ വെറും സമാധാനമല്ല, വെറും സന്തോഷവുമല്ല, ലോകം കീഴടക്കി സന്തോഷമാ. എന്റെ അമ്മ. അപ്പൂസേ, ചേച്ചി ഫുൾ ഫോമിലാണല്ലോ. ചേച്ചി ഫുൾ ഫോമിലാ, പക്ഷേ ഞാൻ കിളിപോയിരിക്കുക. വാ കിടക്ക്. അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്. അതെന്താ ചേച്ചി അങ്ങനെ? മുമ്പമ്മ നേരെ കിടക്കും, നമ്മൾ അപ്പുറം കിടക്കും. കുറച്ചു ദിവസം അമ്മയെ കാണാൻ പറ്റില്ലല്ലോ അപ്പോ, അതിന്റെ കോമ്പൻസേഷന്. ശരി, അമ്മ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നോ. വേണ്ട, സോറി അപ്പോ, അമ്മ നേരെ കിടന്നാ മതി. ശരി, എന്നാ കഥ തുടങ്ങട്ടെ. അതെ, അമ്മ കഥ തുടങ്ങിക്കോളൂ. മോള് കഥ പറയാനാ പറയുന്നേ. മോളുടെ കഥ കേൾക്കാനാ ഞങ്ങൾ കാത്തിരുന്നേ. ഇന്ന് കഥ പറയാനൊരു മൂഡില്ല അമ്മ. ഇന്ന് ഞാൻ അമ്മ ഇങ്ങനെ നോക്കി കിടക്കാൻ പോവാ. വേണ്ട, കഥ പറയണം. അപ്പൊ പ്ലീസ്, കഥയൊക്കെ നാളെ മുതൽ. ഇന്ന് ഞാൻ ഇങ്ങനെ കിടക്കട്ടെ. ശരി അപ്പു, ക്യാമ്പിലെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഇന്ന് ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഈ ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് കരുതിയില്ല. അമ്മയെ കാണാൻ പറ്റുമെന്ന് തന്നെ കരുതിയതല്ല. പിന്നല്ലേ കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങുന്നത്. അച്ഛാ, കണ്ടില്ലേ, ഞാനിത് അമ്മയുടെ അടുത്ത്. മോളെ, എന്താ അമ്മ? ഇന്ന് ഭാസ്കർജി വന്നപ്പോ മോൾ അമ്മയ്ക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ മോളെ, ചില കാര്യങ്ങളിൽ നമുക്കൊരല്പം കൂടുതൽ കരുതൽ വേണം. അറിയാം അമ്മ. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം പറ്റിയ പിന്നെ അമ്മ ഈ ലോകത്ത്. അമ്മ അങ്ങനെ പറയരുത്. ഞങ്ങള് ജീവിച്ചിരിക്കുന്നതുവരെ അമ്മ ആരുടെ മുമ്പിലും തോൽക്കാൻ വിട്ടുകൊടുക്കില്ല. ഞാനുണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കും. എനിക്കമ്മ കിട്ടിയില്ല. ചുടങ്ങി ബാ കിടക്ക.
അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. പാവം, അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോ വിഷമം തോന്നുന്നു. റിയ അവനെ എപ്പോഴും ശ്രദ്ധിക്കൂ. എന്നെക്കാൾ അപ്പുവിനാണ് ജീവൻ സാറിന് ഇഷ്ടം. ജീവ സാറ് അച്ഛനെ സാറേന്നാണ് വിളിച്ചതെന്ന് ഓർക്കുമ്പോ ചിരി വരുന്നു. നീ എന്താ ഉറങ്ങിയില്ലേ മോളെ? അത് അച്ഛാ, ക്യാമ്പിൽ ഞങ്ങൾ ഇറങ്ങാൻ ഒരുപാട് താമസിക്കും. അതാ ഉറക്കം വരുന്നില്ല. അപ്പോ അച്ഛനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. വിചിത്രമായ രീതികളാണല്ലോ ആകെ. കിടന്നുറങ്ങ. ഉറക്കം വരുന്നില്ല അച്ഛാ. വലിയ സന്തോഷം. അതാ അച്ഛന് എണീക്ക്, നമുക്ക് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കാം. ഓക്കെ, എന്റെ ഉറക്കം പോയി. അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം. തിരക്കഥ ചർച്ച ചെയ്യാം. അന്ന് നീ അഡ്വാൻസ് വാങ്ങിയ തിരക്കഥയാ. 2-3 പ്രാവശ്യം വായിച്ചല്ലേ? ക്യാമ്പിൽ നിന്ന് വന്നിട്ട് അഭിപ്രായം പറയുന്നല്ലേ അന്ന് പറഞ്ഞിരുന്നത്? പറഞ്ഞേ, അഭിപ്രായം പറഞ്ഞേ. ഇതാണല്ലേ തിരക്കഥ? ആദ്യമായിട്ടാ തിരക്കഥ കാണുന്നത്. നമ്പർ ഇടണ്ട, റിവ്യൂ പറഞ്ഞേ കേൾക്കട്ടെ. കഥ എങ്ങനെയുണ്ട്? നല്ല കഥയാ, നല്ല ത്രില്ല. അതിനിത് ത്രില്ലർ അല്ലല്ലോ. അല്ല, എന്നാലും എനിക്ക് നല്ല ത്രില്ല് തോന്നി. ക്ലൈമാക്സ് ഓഡിയൻസിന് നേരത്തെ പിടികിട്ടോ? ശ്രദ്ധിച്ചാ പിടികിട്ടും. ഭാഗ്യത്തിന് അത്ര ശ്രദ്ധിക്കുന്നില്ല. എന്നുവെച്ചാ കുഴപ്പമില്ലാതെ പോകുന്നു. സെന്റിമെന്റ്സ് ഓക്കെ ആണോ? എനിക്കിഷ്ടമായത് സെന്റിമെന്റ്സാ. വല്ലാത്ത ഫീലാ. ആകെ നോക്കുമ്പോ കുഴപ്പമില്ലെന്നാണോ? ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ അച്ഛനുണ്ട്, ത്രില്ലുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, പിന്നെ നല്ല രസമുണ്ട്, ലൈഫുണ്ട്. അത് ശരി, അപ്പൊ നല്ല പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവായി വരാൻ വെച്ചാ പ്രാർത്ഥിക്കുന്നേ. ഇത്രയും നന്നായിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സംഗതി ക്ലിക്കാം. ആ പിന്നെ പാട്ട് എങ്ങനെയുണ്ട്? പാട്ട് അച്ഛാ, അച്ഛനൊരു പാട്ട് പാടി തരൂ. ആ ബെസ്റ്റ്. ഈ പാതിരാത്രിയിലോ? അതും എന്റെ കരകരാ ശബ്ദത്തില്. പ്ലീസ് അച്ഛാ, ഒരു പാട്ട് പ്ലീസ്, പ്ലീസ് അച്ഛാ. നിന്റെ മാറ്റങ്ങൾ എനിക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ. ശരി, പാട്ടല്ലേ? നോക്കട്ടെ, ഏത് പാട്ടാ ഇപ്പൊ പാടുന്നേ? ആ, കുഞ്ഞായിരുന്നപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട്, അത് പാടാം. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ
അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ തേനില നീരോ തേമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ തേനില നീരോ തേമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ തേനില നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ. അച്ഛാ, ഞാൻ എന്ത് സന്തോഷത്തിലാണെന്നറിയാമോ? അതുപോലെ തന്നെ ദിയെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം കിട്ടി. പക്ഷേ അച്ഛനും അമ്മയും നിങ്ങൾക്ക് സന്തോഷം വേണ്ടേ? എന്താ അച്ഛാ?